നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ, പന്തീരങ്കാവ്. കിഞ്ചന വർത്തമാനം. രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലക്കവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്. സരിതയും ശ്യാമും അല്ലേ? അതെ. വരൂ, ഇരിക്കൂ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ സർ. സെയിം ടു യു. താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും ഇംഗ്ലീഷ് MA ലിറ്ററേച്ചർ ആൻഡ് BEd കഴിഞ്ഞവരല്ലേ? അതെ. എന്നിട്ട് എന്തേ ഹൈസ്കൂളുകളിലൊന്നും ശ്രമിച്ചില്ലേ? ഞങ്ങൾ രണ്ടുപേരും റാങ്ക് ലിസ്റ്റിലുള്ളവരാ. പക്ഷെ എന്ത് കാര്യം സർ, ലിസ്റ്റുകൾ വരുന്നു, ലാപ്സ് ആവുന്നു, ആർക്കും ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ നാട്ടില് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ രക്ഷിതാക്കൾക്ക് വലിയ ഉഷാറാ. പിന്നെന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്നോ, പലയിടത്തും ഇംഗ്ലീഷ് പഠിച്ചവരല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് ആർക്കും പഠിപ്പിക്കാവുന്ന വിഷയമാണ് നമ്മുടെ നാട്ടില്. പിന്നെ എങ്ങനെ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ വേണ്ട നിലവാരം ഉണ്ടാവും സാർ? പക്ഷേ നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ സ്പീച്ച് പാർലറിൽ വന്നത്? താങ്കളുടെ ഫേമിന്റെ പരസ്യം കണ്ടിരുന്നു സർ. നമ്മുടെ നാട്ടില് ഒരുപാട് പേര് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണല്ലോ സാർ. സംസാരിക്കാൻ ആരുമില്ലാതെ. പക്ഷേ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ സാർ വന്നിരിക്കുന്നേ. നോക്കൂ മിസ്റ്റർ ശ്യാം, അല്ലേ? അതെ അതെ. ശ്യാം, സരിത, സർ, ഇതൊരു കൂട്ടായ്മയാണ്. വയസ്സായ അച്ഛനമ്മമാർ, മക്കൾ വീട്ടിലില്ലാത്ത പ്രായമായവർ, അങ്ങനെ പലരും ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണ്. മനസ്സിലായി സർ. അങ്ങനെയുള്ളവർക്ക് പരസ്പരം സംസാരിക്കാനും ഏകാന്തത മാറ്റാനുമാണല്ലോ താങ്കൾ ഈ പാർലർ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ രണ്ടുപേരും MA BEdകാരാണ്. അതെ. ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കാര്യമായ ഒന്നും ഉണ്ടാവില്ല. അത് ഞങ്ങൾക്ക് അറിയാം സാർ. ഇവര് പറയുന്നത് കേൾക്കാനും ഇവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാനും തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ദേ, ഒരു കത്ത് കണ്ടോ? ഒരു സ്ത്രീ എഴുതിയിരിക്കുക, പ്രായം കൂടി വരുന്നു, പ്രഷറും ഷുഗറും ഒപ്പമുണ്ട്, കൂടിയും കുറഞ്ഞു, സഹായത്തിന് ദൈവം മാത്രം. വീടിന്റെ ഗേറ്റ് അടയ്ക്കാൻ പോലും കഴിയാത്തവരാണ്. മാസം 100 രൂപ കൊടുത്താണ് അടുത്തുള്ള ബംഗാളിയെ കൊണ്ട് എന്നും ഗേറ്റ് അടപ്പിക്കുന്നത്. അല്ല, ഈ സ്ഥിതി ഒരു ദിവസം നമുക്കും വന്നുകൂടായികയില്ലല്ലോ സാർ. ദേ, മറ്റൊരു കത്ത്. ഇവരുടെ ഏക മകൾ വിവാഹം കഴിഞ്ഞ് വിദേശത്താണ്. ഭർത്താവ് അവരെ നാട്ടിലേക്ക് വിടില്ല. എന്തിന്? ഫോൺ വിളിച്ചാലും അധികം സംസാരിക്കാൻ അനുവാദമില്ല. സംസാരിക്കാൻ ഇഷ്ടമാണെങ്കിലും അതിനാരുമില്ല. വീട്ടിൽ സഹായത്തിനായുള്ളത് ഒരു ബംഗാളി. കഷ്ടം. ഇങ്ങനെയുള്ളവർക്ക് ഒരു കമ്പനി മാത്രം കൊടുത്താൽ മതി. അവർക്ക് അവർ പറയുന്നത് കേൾക്കാൻ ഒരാൾ, അത് മാത്രം മതി. ഞങ്ങളുടെ അച്ഛനമ്മമാർ ഈ അടുത്ത കാലത്താ മരിച്ചത്. ഇവിടെയാവുമ്പോ ഞങ്ങൾക്ക് ഒരുപാട് അച്ഛനമ്മമാരെ കിട്ടുമല്ലേ? പറയാനൊക്കെ നല്ല സുഖമുള്ള കാര്യം തന്നെ. പക്ഷേ ഞങ്ങൾ സീരിയസ് ആയിട്ടാണ് പറയണത്. സർക്കാർ ജോലിക്കായി പിച്ചച്ചട്ടി എടുക്കാനൊന്നും വയ്യ. ഇതാവുമ്പോ പല കാര്യങ്ങളും കൂട്ടത്തിൽ നടക്കും. വായന, പാട്ട് കേൾക്കലെല്ലാം അവര് പറയുന്നതും കേൾക്കണമെന്നല്ലേ ഉള്ളൂ. ഭാഷ അറിയാത്ത ഏതോ നാട്ടിൽ ജീവിക്കുന്ന, ഒരിക്കലും നാട്ടിൽ വരാൻ ഇഷ്ടമില്ലാത്ത മക്കൾ, വലിയ വീട്, ഒറ്റപ്പെടൽ, പലരും ഡിപ്രഷന്റെ വക്കില. പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. സാറിന്റെ ഐഡിയ കൊള്ളാം. 100-200 പേരെ ഒരിടത്ത് വിളിച്ചു കൂട്ടുക, അവര് തമ്മിൽ വർത്താനം പറഞ്ഞ് ഏകാന്തത മാറ്റിയെടുക്കുക. മക്കൾ എത്ര പണം വേണമെങ്കിലും അച്ഛനമ്മമാർക്ക് വേണ്ടി ചെലവാക്കാൻ തയ്യാറാണ്. പക്ഷേ അവർക്ക് മാതാപിതാക്കളെ വേണ്ട. പണ്ടൊക്കെ ചെറിയ ക്ലാസ്സിൽ കുട്ടികൾക്കായിരുന്നു സ്കൂൾ തുടങ്ങിയിരുന്നത്. ഇതിപ്പോ പ്രായമായവർക്ക് വേണ്ടിയുള്ള സ്കൂള്. പരസ്പരം സംസാരിക്കുകയും പാട്ട് കേൾക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്താൽ തന്നെ ഡിപ്രഷൻ പമ്പ കടക്കും, ജീവിതം സുഖപ്രദമാവും. അല്ല, ഞങ്ങൾക്ക് ചെറിയ ശമ്പളം തരാനുള്ള വല്ല വഴിയും ഉണ്ടോ? ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനമല്ലേ? ഒരു ഓണറേറിയമായി 10,000 രൂപയോ മറ്റോ. അല്ല സർ, അങ്ങനെ ആലോചിച്ചപ്പോഴാ സാറ് ഞങ്ങളുടെ കണ്ണു തുറപ്പിച്ചു. ഞങ്ങൾ രണ്ടുപേരും സാറിന്റെ ഫ്രാഞ്ചൈസികളാവാൻ തീരുമാനിച്ചു. അല്ല, എന്നുവെച്ചാ കേരളം മുഴുവൻ ഇതിന് സ്കോപ്പ് ഉണ്ടാവും, ഉറപ്പ്. പഞ്ചായത്തുകൾ തോറും സ്പീച്ച് പാർലറുകൾ, പ്രായമുള്ളവർക്ക് പരസ്പരം സംസാരിക്കാനും പാട്ട് പാടാനും സമയം ചെലവഴിക്കാനുമുള്ള ഒരിടം. കേൾവിക്കാരായി പലർക്കും ജോലി സാധ്യത. അല്ല, ഈയിടെ ഞാനൊരു കാര്യം വായിച്ചു. അമേരിക്കയിലെ ഒരാള് മണിക്കൂറിൽ $100 സമ്പാദിക്കുന്നുണ്ടത്രേ. എങ്ങനെ? ആർക്കും ഇദ്ദേഹത്തെ വിളിക്കാം, ഒരു കമ്പനി കൊടുത്താൽ മാത്രം മതി. ഓ, അങ്ങനെ. മണിക്കൂറിന് $100. നോ ടെൻഷൻ. പറയുന്നതിനൊക്കെ മൂളിയാ മാത്രം മതി. പിന്നെ ഹോട്ടലിൽ പോകുമ്പോൾ കമ്പനി കൊടുക്കണം, തിയേറ്ററിൽ പോകുമ്പോൾ ഒപ്പം പോണം. ഒറ്റപ്പെടലിന്റെ വേദനയില്ല. രോഗിയായി വന്ന് ഡോക്ടറായി തിരിച്ചു പോകുമ്പോഴായി നിങ്ങളുടെ കാര്യം. അല്ല സരിതേ, നമുക്കൊക്കെ പ്രായമായാല് ഇങ്ങനെ കമ്പനി തരാൻ ആരെങ്കിലും ഉണ്ടാവോന്നാ എന്റെ ചിന്ത. ഏയായ നമഃ. കിഞ്ചന വർത്തമാനം സമാപിക്കുന്നു. രചന സി കൃഷ്ണകുമാർ. ശബ്ദ സാന്നിധ്യം
സി കൃഷ്ണകുമാർ, വിനോദ്, ശ്രുതി. ഈ പരിപാടി സമർപ്പിച്ചത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.